ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റീൽസ് ചിത്രീകരണത്തിനിടയിൽ പിന്നെ ഒരു പയ്യൻ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള തരത്തില് ഒരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് തന്നെയാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ അച്ഛനും അമ്മയ്ക്കും വരെ നല്ല രീതിയിലുള്ള പൊങ്കാലയായിരുന്നു. അതുമാത്രവുമല്ല, ചെറുക്കൻ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് പകരം എല്ലാവരും ഇത് തന്നെ വേണം, ഇത് തന്നെ അവന്റെയൊക്കെ അന്ത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് രാവിലെയാണ് നമുക്ക് ചിത്രങ്ങൾ മനസ്സിലായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയുടെ ഒരു പരസ്യം എടുക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ചേസിംഗ് സീന് എടുക്കുകയാണ്. ഈ ചെറുക്കൻ നടുക്ക് നിന്നിട്ട്, ഈ ഫോട്ടോഗ്രാഫറാണ്, അപ്പൊ നടുക്ക് നിന്നിട്ട് അവന്റെ ജോലി ചെയ്യുകയാണ്. അപ്പോ അതിൽ ഒരു വണ്ടിയാണ് വന്ന് ഇടിച്ചിരിക്കുന്നത്. ആ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഇല്ല, അതുപോലെ ഇൻഷൂർ ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അതായത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു മുതലാളിയുടെ മകനെ രക്ഷിക്കാനുള്ള ഒരു നാലാംകിട പരിപാടിയാണ് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരും ചെയ്തത് എന്നുള്ളതാണ്. അതായത് അവിടെ അപകടം ഉണ്ടായപ്പോൾ തന്നെ ആൾക്കാർ ഓടിക്കൂടിയെങ്കിലും ഇവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിൽ എന്ന്. അത് തന്നെ വലിയൊരു ട്രാപ്പായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ തെളിവ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ വണ്ടികൾ മാറ്റാൻ. ഏത് വണ്ടിയാണ് ഇടിച്ചത്, ഇന്ന വണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് ഇൻഷുറും കാര്യങ്ങളൊക്കെ ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ അടക്കേണ്ടി വരും. അതുമാത്രമല്ല, എന്റെ അഭിപ്രായത്തിന് വണ്ടി ഓടിച്ച മുതലാളിയുടെ മകനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. അവന് ജാമ്യം പോലും കൊടുക്കാൻ പാടില്ല. അതായത് ഇത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നരഹത്യ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക സമാധാനത്തിലുള്ള ഇതൊന്നുമല്ല. അതുപോലെ തന്നെ ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ആലപ്പുഴ അപകടം നടന്നപ്പോഴേ ആ വണ്ടി കൊടുത്ത ഒരു മനുഷ്യനെ, 65 വയസ്സുള്ള ആ ഒരു മനുഷ്യനെ എല്ലാവരും ചേർന്ന് കടിച്ചു കീറുന്നത് നമ്മൾ കണ്ടതാണ്. ഈ മാപ്രാക്കെല്ലാം പിന്നെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ എന്ത് ആവേശമായിരുന്നു. അയാളുടെ അടുത്ത് പോയി വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ അയാളെ കാണിക്കാനും അയാളുടെ വീട്ടുകാരെ വരെ നാറ്റിച്ചിട്ടാണ് ഇവർ നിന്നത് എന്നുള്ളതാണ്. അത്രമാത്രം മോശമായ തരത്തിലായിരുന്നു അയാളോടുള്ള സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഈ മുതലാളിയുടെ അടുത്ത് എത്തുമ്പോഴേക്ക് എല്ലാവരുടെയും മുട്ടിടിക്കുന്നു. മുതലാളിയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല. അതായത് ഇന്നലെ ഇപ്പോഴും ഈ അപകടം ഉണ്ടായപ്പോൾ റീൽസിന്റെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് മുതലാളിമാർക്കും അറിയാം, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാം അറിയാം. ഈ റീൽസിന്റെ പിന്നെ പേരിലാകുമ്പോഴേ ചെറുക്കൻ എല്ലാവരും പ്രായിക്കോളും. അതുപോലെ വലിയ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ചിത്രം മാറിയിരിക്കുകയാണ്. ഏതോ ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ ഇതിന്റെ പുറകിൽ പോയിട്ട് അതെല്ലാം വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി വണ്ടി ഓടിച്ചവന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ മരിച്ചിരിക്കുന്ന പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സ് മാത്രമുള്ള ഒരച്ഛന്റെയും അമ്മയുടെയും ഏക മകനാണ്. ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ചെറുക്കനെ കുറച്ച് നാൾ മുമ്പ് കിഡ്നി മാറ്റിവെച്ചത്. അതിനുശേഷം ജോലി തേടിയിട്ട് ഇവൻ വിദേശത്ത് പോയതാ. അവിടെ നിന്നും 6 മാസത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത്. അപ്പോഴാണ് നല്ല ഒരു ഫോട്ടോഗ്രാഫറാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊരു റീൽ എടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഒരു കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവൻ പോയിരിക്കുന്നത്. ഇവനെ നടുക്ക് നിർത്തിയിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. എന്നാൽ ഈ സംഭവം നടന്നു കഴിഞ്ഞാല് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആശുപത്രിയിൽ എത്തിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വണ്ടി ഈ സ്റ്റേഷനിൽ ഹാജരാക്കുക, അതുപോലെ സ്റ്റേഷനിൽ വിളിച്ചു പറയുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇവന്മാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വണ്ടി എങ്ങനെ മാറ്റാൻ കഴിയുമെന്നാണ് ഇവന്മാർ നോക്കിയത്. പക്ഷെ അവിടെയൊക്കെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ വിഷ്വൽ ഇവര് നശിപ്പിക്കാൻ നോക്കി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേവലം ഒരു ആക്സിഡന്റ് മാത്രമല്ല. ഇത് ആക്സിഡന്റ് മാത്രമായിട്ട് തള്ളാൻ പറ്റൂല. ഇത് കുബേരന്മാരുടെ കളിയാണ്. ഈ കുബേരന്മാര് മുതലാളിമാരുടെ കളിയാണ്. മുതലാളിമാർ എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ പരിപാടിയിലാണ്. അതായത് നമ്മുടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ടെക്സ്റ്റൈൽ ഷോറൂമുകളും അതുപോലെ വണ്ടി ഷോറൂമുകളും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവമുള്ള ഷോറൂമുള്ള മുതലാളിയുടെ മകനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇഷ്ടംപോലെ വാരി കൊടുക്കുന്നതായതുകൊണ്ട് അവരാരും ഇതിന്റെ പുറകെ വരുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ പുറകെ വരില്ല. കാരണം അവർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇലക്ഷൻ കാലമായി കഴിഞ്ഞാലും അല്ലെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാക്കളെ പോലും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ഇതിൽ നമ്മൾ പോരാടണം. അതായത് സോഷ്യൽ മീഡിയ ഇത് വിടാൻ പാടില്ല. ഇന്നലെ ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇത് കത്തിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസ് നിരോധിക്കണം, റീൽസ് ഭയങ്കര പ്രശ്നമാണ്, ഇനി റീൽസ് എടുക്കാൻ പാടില്ല. അതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം. അതാണ് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഈ അപകടം എങ്ങനെ ഇല്ലാതാക്കാം എന്നല്ല നോക്കുക, ആ നിമിഷം തന്നെ ഇതങ്ങ് പിന്നെ റദ്ദ് ചെയ്യുക. അതായത് ഈ റീൽസ് നിർത്തണമെന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടിപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഏത് വണ്ടി? ഈ ട്രാവലർ, ഈ പിന്നെ ടൂറിസ്റ്റ് ബസ്.
അപ്പോഴെന്ത് ചെയ്തു എന്ന കളറിങ് മാറ്റിയൊക്കെ എല്ലാത്തിനെയും കളറിങ് മാറ്റി. ആർക്കാ പൈസ കിട്ടിയത്? ഈ കളർ മാറ്റുന്നവനും പെയിന്റുകാരനും നല്ലൊരു പൈസയും കിട്ടിയത് മാത്രമല്ല നല്ലൊരു കമ്മീഷനും അടിച്ചിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. അതായത് ഇത്രയും ബസ്സിന്റെ കളർ മാറ്റുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ വെള്ള പെയിന്റുകളും വന്ന് വിറ്റുപോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെറും മണ്ടന്മാരാന്ന് ചില സമയത്തൊക്കെ നമ്മളെ എന്താ പറയേണ്ടത്, നമ്മളെയൊക്കെ ഈ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നവര്, നമ്മള് ഈ വോട്ടും ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുന്ന ചില മണ്ടന്മാരുണ്ട്. അവന്മാരൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ്. അതായത് ഒരു തരത്തിലും പ്രയോജനമില്ലാതെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ വന്നപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും പോയായിരുന്നു. അങ്ങേരും എന്തൊക്കെയാ കളിക്കുന്നത്. അതൊക്കെ എന്തൊക്കെയായാലും പോട്ടെ. ഈ ഒരു തീരുമാനത്തില്, അതായത് ഈ ഒരു അപകടത്തില് ഈ വണ്ടി ഓടിച്ചവൻ മുതലാളിയുടെ മകനാണെന്ന് പറയുന്നുണ്ട്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള 4-കിട പരിപാടിയാണ് ഇവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതിൽ പുറകോട്ട് പോകാൻ പാടില്ല. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൊലപാതകമാണെന്ന് തീർത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവര് വണ്ടി മാറ്റാൻ വേണ്ടി നോക്കി. ആദ്യം ഡിഫൻഡറാണ് വന്ന് ഇടിച്ചതെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് BMW ആണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ് ഇടിച്ചിരിക്കുന്നത് ബെൻസ് ആണെന്നാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ബെൻസാണ് ഇടിച്ചിരിക്കുന്നത്. ഇവര് പല വണ്ടികളും പറഞ്ഞു. അതെന്തിനാ അങ്ങനെ വണ്ടികൾ പറയുന്നത്? ആ വണ്ടിക്കൊക്കെ ചിലപ്പോൾ പേപ്പർ ഉണ്ടാകാം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വണ്ടികൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. അതായത് നല്ല വേറെ ഏതെങ്കിലും ഒരു വണ്ടി വന്നിട്ട് ഇവിടെ കൊണ്ടിടാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഒന്നും സാധിച്ചില്ല. അതായത് അവിടെ ചില CCTVകൾ ഉണ്ടായിരുന്നു, അത് ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ വീട്ടിലും കയറിയിട്ട് CCTV പരിശോധിക്കല് ഇതല്ലല്ലോ, അത് പോലീസുകാർക്കല്ലേ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എല്ലാ ദിവസവും റീൽസ് ചിത്രീകരിക്കുന്നതാണെന്ന് മാധ്യമങ്ങളും അതുപോലെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഈ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് റീൽസ് ചിത്രീകരിക്കുമ്പോൾ അത് മാത്രമല്ല ബീച്ച് റോഡിൽ പറയുന്നത്, അതുപോലെ അതിനടുത്ത് എന്ന് പറഞ്ഞാൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷനാണെന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ മുന്നിൽ കിടന്നിട്ടാണോ റീൽസ് ചിത്രീകരണം? അതാണ് എനിക്കൊരു അതിശയമായിട്ട് തോന്നിയത്. അതായത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് ഇടപെടും, MVD ഇടപെടും, ഇതവരൊക്കെ ഇടപെടും. ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും റീൽസ് ചിത്രീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് റീൽസ് കൊണ്ടുള്ള മരണമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവന്മാര് കാണിച്ച ഒരു നാറിത്തരമുണ്ടല്ലോ, അതൊരു ഭയങ്കരമായൊരു സംഭവം തന്നെയാണ്. ഒരുത്തിനെയും വെറുതെ വിടരുത്. ഇതിൽ പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മക്കും മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ റീൽസ് എന്തെടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം. എത്ര വലിയ ഡ്രൈവർ ആയി കഴിഞ്ഞാലും വണ്ടിയുടെ മുന്നിൽ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യന്ത്രമാണ്. ഇത് ചവിട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ഞത്ത് കയറും എന്നുള്ളതിൽ ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ വലിയ 40 വർഷം എടുത്തവനാണ്, അല്ലെങ്കിൽ 50 വർഷം ഡ്രൈവിംഗ് പരിശീലനമുള്ളവനാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ വരെ വണ്ടി എടുത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വണ്ടി എടുത്തിട്ട് പറപ്പിക്കുന്നത് കാണാം. പക്ഷേ ഒരു കാരണവശാലും അവരുടെ മുന്നിൽ നമ്മൾ കയറിയിരിക്കരുത് മക്കളെ. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ റീൽസ് എടുക്കാനായാലും അതുപോലെ ഈ പ്രൊമോഷന് പോയി കഴിഞ്ഞാലും ആ പയ്യന്റെ കുടുംബത്തിന് പോയി എന്നുള്ളതാണ്. അതായത് അവർ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വളർത്തിയ ഒരു അച്ഛനും അമ്മക്കും ഇപ്പോഴാരും ഇല്ലാതായി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ നന്ദി, നമസ്കാരം. ആരും പോകരുത്. ബൈ ബൈ.